ആരൊന്നും ചെയ്യണ്ട അവരോ ഇവിടെ നേരമില്ല. അതൊക്കെ പെട്ടോ അതോ ഒന്നും പറയല്ല ഒന്നും പറയണ്ട. അപ്പൊ അടിപൊളി ഫുഡ്, ഒന്നും പറയില്ല. സൗദി അറേബ്യയിൽ ഒന്നിനു ശേഷം അതേ ടേസ്റ്റിൽ ഫുഡ് കഴിക്കുന്നത് അതേ ടേസ്റ്റിൽ. സൗദി അറേബ്യ പോകാത്ത ആളുകൾക്ക് സൗദി അറേബ്യ പോയ ഫുഡ് പോയാൽ കിട്ടുന്ന ഫുഡ്. അത് മാത്രമല്ല, ഈ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം എവിടെയാണ് ഈ ആട് ഫുള്ളായിട്ട് കറക്കാൻ പറ്റാന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞില്ലേ? 3.5 മണിക്കൂർ. ചിന്നുവിൻ്റെ പല്ലൂക്കിയാണ് ഐറ്റംസ് ഉണ്ട്. ബിരിയാണി, മന്തി, കാബില്, കുബൂസ്, അതുപോലത്തെ എല്ലാ ഐറ്റംസും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഐറ്റംസ് എല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്ന ഐറ്റം, നിങ്ങൾ പറയുന്ന സമയം, പക്ഷേ ഓർഡർ മുൻകൂട്ടി ഓർഡർ പറയണം. സുഹൃത്തുക്കളെ, ഇന്നൊരു വെറൈറ്റി സാധനമാണ്. കണ്ട അറബിക്ക് എടുക്കുന്നത്, കണ്ട വെറൈറ്റി സാധനം. ഇന്ന് ആട് ഫഹം, ആടിൻ്റെ ബാർബിക്യൂ. അതിൻ്റെ കൂടെ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാടിനെ സെറ്റാക്കി വെച്ചിട്ട് ഇതിന് മേലെ മസാല കൊടുക്കണം. പിന്നെ നേരെ കണലിലേക്ക് കൊണ്ടുപോകും. ഇതിന് ബാക്കി കാര്യങ്ങളൊക്കെ കനലിലാണ്. കനലിൽ ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് അങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കണം കനലിൽ. ഇക്കത് ഏകദേശം എത്ര കിലോ വരുന്നുണ്ട്? 15 കിലോ അല്ലേ? ഇപ്പം മസാല വെക്കാനുള്ളൂ അല്ലേ? വാറിലൊക്കെ ആയില്ലേ? ഫുള്ള് സെറ്റാണ് അല്ലേ? ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ കൊളപ്പുറം ഭാഗത്ത് ചോലക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചോലക്കൽ റോയൽ ഫുഡ്. ഇക്കൻ്റെ പേരെന്തൊക്കെയാ? അറബ് റോയൽ ഫുഡ് അല്ലേ? അറബ് റോയൽ ഫുഡ്. ഇക്കൻ്റെ പേരെന്താണ്? സെയ്തലവിക്കാൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ല, കാറ്ററിംഗ് മാത്രം, പാർട്ടി ഓർഡറുകൾ മാത്രം കൊടുക്കില്ല. പിന്നെ ഏറ്റവും അധികം ഇവിടെ കസ്റ്റമർ വരുന്നത് കോട്ടക്കൽ അറബികളാണ്. കോട്ടക്കൽ അറബികൾ വരുന്നത് അൽസാഫി, മൈലേഫ്, ആലിക്കുത്തി, ആയുർവേദിക് ഹോസ്പിറ്റലുകൾ വരുന്ന മെയിനായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അറബികളാണ് അല്ലേ? കോട്ടക്കൽ വരുന്ന അറബികൾ. അപ്പൊ നിങ്ങൾ ഷോപ്പ് 24 hour അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആക്കിയിടുന്ന പരിപാടിയില്ല? ഓക്കെ. അപ്പോൾ ഓർഡറുകൾ നിങ്ങൾക്ക് മുൻകൂട്ടി ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ ഫുഡ് ഉള്ളൂ അല്ലേ? ഓക്കെ, മുൻകൂട്ടി ചെയ്യണം അല്ലേ? അപ്പോൾ എത്ര ചാക്ക് കനൽ വേണം ഒരു ആടിനെ ഫുള്ളായിട്ട് കറക്കിയെടുക്കണമെങ്കിൽ? ചുരുങ്ങിയത് 1.5 ചാക്ക് കനലുണ്ടായാലേ ഫുള്ളായിരിക്കും. 1.5 ചാക്ക് കനൽ വേണം അല്ലേ? എത്ര മണിക്കൂർ വരും? അത് 4 മണിക്കൂർ. 4 മണിക്കൂർ നിന്ന് തിരിയണം കനലില്. ഓക്കെ. ഓ, 4 മണിക്കൂർ അല്ലേ? നമ്മളിപ്പോൾ 4 മണിക്ക് വെച്ചാൽ നമുക്ക് കഴിക്കാനുള്ള 8:30 മണിക്കല്ലേ? അതെ അതെ അതെ. ഈ മസാല 14 ഐറ്റംസ് ആണ്. 14 ഐറ്റംസ് കൂടി കൂടിയതാണ്. ഓക്കെ. അറബിക് മസാല. അറബിക് മസാല നമ്മളിതിൽ ഇടാൻ പോകുന്നത്. ഇതിനകത്ത് ഇനി വേറെ മസാല ഒന്നും വരുള്ളൂ? ഈ ഒറ്റ സാധനം ഒറ്റ മസാല വരുള്ളൂ അല്ലേ? എല്ലാം മിക്സ്, എല്ലാ സാധനം എല്ലാം മിക്സ് ആക്കി. ഇത് കൊടുക്കല.
ഇറച്ചിയും ഫുള്ള് ഉപ്പുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലേ? ഉപ്പ് ചെയ്തു, മസാല മിക്സ് ചെയ്തു, ഒക്കെ മിക്സ് ചെയ്തു. എല്ലായിടത്തും അത് ഈ ആടിൻ്റെ നെയ്യ് ഇങ്ങനെ ഉരുകുമ്പോഴേ ഈ മസാല ഉരുകുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വരും. നമ്മുടെ നാട്ടിലെ മസാല പോലെ ഇഞ്ചി വെളുത്തുള്ളി ഈ ഐറ്റംസ് അത് നമ്മൾ ആൾക്കാർ വരലുണ്ട്, പറഞ്ഞ് ചോദിച്ചു ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ? അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് കൂടി നമ്മൾ ഈ മസാല കൊടുക്കണം. അതെ, ഇതിപ്പോ റിയൽ അറബി വെറും ഉപ്പും പിന്നെ ഇത് വല്ല ഏറും മുടിയൊന്നുണ്ടാവില്ല. പക്ഷെ ഏറും മുടി വേണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ അതിനനുസരിച്ച് മസാല നമ്മൾ കുരുമുളകിന്റെ പൊടി ഇപ്പൊ റിയൽ ആടിന്റെ ആ ഒരു ഇറച്ചിന്റെ ടേസ്റ്റ് കിട്ടും അല്ലേ? ഓനെ ചൂടാനുള്ള കണൽ ഇങ്ങനെ റെഡി ആയി കൊടുക്കുന്നത് കണ്ട. ഇവിടെ കൊണ്ട് കെടുത്തിട്ടാണ് വിരിച്ചൊരു 4 മണിക്കൂർ ഓനെ ഇതിമിട്ടിട്ടാണ് വിരിച്ചു അല്ലേ? കണലിൽ കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു കെടുത്തം ഒരു 4 മണിക്കൂർ ഇങ്ങനെ കെടുക്കണം അല്ലേ? എങ്ങനെ ഇതിനുള്ളിലേ ആ ഇപ്പൊ ആടിന്റെ വയറ്റിനുള്ളില് നെയ്യുണ്ട്, ആടിന്റെ നെയ്യുണ്ട്. നെയ്യുണ്ട് അതിനുള്ളിൽ ചെറുക്കുണ്ട്, അതിങ്ങനെ കറങ്ങണേ. ഓ, അതിനുള്ളിൽ നെയ്യുണ്ട്, ആട് നെയ്യുണ്ട്. ആട് നെയ്യ് മസാല കറങ്ങണം, ഉള്ളിൽ കിടന്നിട്ട് പറഞ്ഞാണ്. അപ്പൊ പുറത്തുനിന്നും കൂടി കൊടുക്കുമ്പോ ഉള്ളത്തും കൂടി ആവുമ്പോ ആഹാ, നമ്മളിങ്ങനെ വെച്ചാല് അപ്പൊ 2 ഭാഗം വേവും അല്ലേ? നെയ്യ് ഇവിടെ ആ അടിഭാഗത്ത് അത് ഉള്ളിൽ നെയ്യ് ഇഷ്ടമാണ്, പുറത്ത് വരാൻ പാടില്ല. അതാണ് ഈ ആടിന്റെ പ്രത്യേകം. ആ നെയ്യ് ഉള്ളിൽ കിടന്നിട്ട് അങ്ങനെ ആ ഇറച്ചിയിലേക്ക് കയറുന്നുണ്ടാവും. ആ മസാലയും ആ നെയ്യും ഈ ഒരു 4 മണിക്കൂർ ഈ ടൈം എടുക്കുന്നതിന് ഈ സാധനത്തിന് അത്രയും രുചിയായിരിക്കും അല്ലേ? ഈ രുചി കൂടാനുള്ള കാരണം അതന്നെയാണ്. കാരണം തന്നെ ആ മസാല ആ നെയ്യതിനുള്ളിൽ കൂടെ എല്ലാവർക്കും എത്തുന്നു. തല നോച്ച് വരും.
അതുകൊണ്ട് നിൽക്കുന്നു അല്ലേ. ഇപ്പൊ ഇത് കേരളത്തിൽ ആദ്യമായിട്ടുള്ളതാന്ന് പറഞ്ഞാല് നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഇല്ല. ഇല്ല. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ടുള്ള സംഭവം 90% ആദ്യമായിട്ടുള്ളതാണ് ഈ അറബിക് സ്റ്റൈലിൽ. അതെ, അല്ല നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതെ അതെ. അതെ ഇപ്പൊ നിങ്ങൾ കാറ്ററിംഗ് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഇതും ചിക്കനും നമ്മളൊരു ഉപജീവന മാർഗമാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞ വീഡിയോസിന് വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. ഇതിന് ഇങ്ങനെ ഈ ഫീൽഡില് കണ്ട ഗൈസ്, കേരളത്തിൽ ആദ്യമായിട്ട് നമ്മളെ കുളപ്പുറത്ത് റോയൽ ഫുഡ്, അത് സേദുഖാന്റെ ഷോപ്പിലാണ് ഇതുള്ളത്. ദുബായ്, ഒമാൻ, ഖത്തർ, മിഡിൽ ഈസ്റ്റിൽ കിട്ടുന്ന ഈ ആട് അൽഫാം അല്ലേ? അൽഫാം അതിന് പറയല്. ഇതിന് വേറെന്തോ അറബിക്ക് പേരുണ്ട്, അത് എനിക്ക് എന്താണെന്ന് അറിയില്ല. അതൊക്കെ വന്നിട്ട് ഇക്കാനോട് ചോദിക്കാം, ഇക്ക പുറത്തു പോയതാ. ഈ ഒരു സാധനം കിട്ടണം. നാട്ടിൽ വന്നിട്ട് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വരാം, കഴിക്കാം. ഇക്കൻ്റെ നമ്പർ, ലൊക്കേഷന്, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഐറ്റം മുൻകൂട്ടി ഓർഡർ ചെയ്യണം കേട്ടോ. മുൻകൂട്ടി ഓർഡർ ചെയ്താൽ മാത്രമേ ബുക്കിംഗ് എടുക്കുള്ളൂ അല്ലേ? അപ്പോൾ ആ ബുക്കിങ്ങിന് ശേഷമാണ് നിങ്ങൾ വർക്ക് തുടങ്ങുള്ളൂ. ഫ്രഷ് ആട്, ഇത് തല്ലാച്ച മറ്റേ ഫ്രീസർ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. ഫ്രഷ് ആട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഇക്ക ഇവിടുന്ന് ആടിനെ എടുത്തിട്ട് ഇക്ക ചെയ്തു തരും. ഇവർക്ക് റേറ്റ് ഉണ്ട്, നമ്മൾ വിചാരിച്ചമാരെല്ലാം അത്യാവശ്യം റേറ്റ് വരും. അപ്പം 3-4 മണിക്കൂർ ഈ ഒരു സാധനം ഇങ്ങനെ കിടന്ന് തിരിയണം ഈ കനലിൽ. കണ്ടോ, ഈ ഒരു ഇക്ക 4 മണിക്കൂറായി ഇരുന്നിട്ട് അങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കണം അല്ലേ? അല്ലെ ഇപ്പൊ ഒരു 1.5 മണിക്കൂർ ഏകദേശം കഴിഞ്ഞു അല്ലേ? 1.5 മണിക്കൂർ നമ്മളിത് തിരിച്ചന്നെ വേണം. 2.5 മണിക്കൂർ ഈ ഇരുത്തം. അതെ, 1.5 മണിക്കൂർ കഴിഞ്ഞ് 2.5 മണിക്കൂർ ഈ ഒരു കറക്കം ഉണ്ടാവും. ഈ ഒരു തിരിയൽ അങ്ങനെ തിരിച്ചുകൊണ്ടേ ഇരിക്കണം. ശരിക്കും വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൂടുതൽ കണലിട്ടിട്ട് ഒരു മണിക്കൂറുള്ളിൽ നിന്ന് കുറച്ച് കൊടുക്കൂല, അങ്ങനെ കാര്യമില്ല. ഉള്ളിൽ എത്തൂല. ഈ ഒരു ടൈം എടുക്കുമ്പോ ഉള്ളും അതിന്റെ എല്ലുകളും അതിന്റെ എല്ലാ സംഭവങ്ങളും കഴിക്കുമ്പോ അറിയാം. അതിന്റെ മസാല ഇട്ട് നമ്മള് ഈ ഒറ്റ ഭാഗത്താണ്. അതെ അതെ, മസാല ഈ ഒരു കണ്ടോ, ഒന്ന് തിരിച്ചിങ്ങോട്ട് തിരിച്ച് കണ്ടോ, ഈ ഒരു ഹോൾ ചെയ്തിട്ട് ഇതിനകത്ത് മസാല അല്ലേ, ഒരു ടീസ്പൂൺ മസാല മാത്രമേ ഞാൻ കണ്ടുള്ളൂ അതിനകത്തിട്ടത്. പിന്നെ വയറ്റിലേക്ക് കുറെ മസാല ഇട്ടിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ ഒരു ടൈമിങ് എടുത്തിട്ടുള്ള വേവിക്കല് അല്ലേ? ഈ കണലിൽ കിടന്നിട്ട് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് ഈ ഒരു വേവാണ് ഇതിന്റെ ടേസ്റ്റ് കൊടുക്കുന്നത് അല്ലേ? അയ്യോ, ഇങ്ങനെ ഇടുന്നത് പട്ട ചെറുനാരങ്ങ 3 ഉണങ്ങിയത് അല്ലേ? ഇതൊന്ന് ആടിന് നെയ്യിട്ടോ, പട്ട ഇട്ടോ, പട്ടൻ്റെ ഇല ഇട്ടോ, ഏലക്ക 3-4 സാധനം അല്ലേ? ഇതാണ് ആടിന് മസാല. നമ്മൾ ആടിന് നേരത്തെ പുരട്ടിയ മസാല. അരിയിലാണ് കാശ്മീർ മുളകുപൊടി ഇല്ലേ, നമ്മൾ ശരി, അതിൻ്റെ മസാലയും കാര്യങ്ങളും ഇട്ട് വെച്ച് കിട്ടാം. ഓക്കെ, ഒരു കളറിന് അതിൽ നമ്മൾ മസാല ഉണ്ടല്ലോ ഉണ്ട്. ഓക്കെ, ഇനി അടച്ചിടാം. നമ്മൾ ചോറ് ദമ്മിട്ടത് പൊട്ടിക്കുകയാണ്. ഏകദേശം ഒരു 3.5 മണിക്കൂർ കഴിഞ്ഞില്ല. 3.5 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്താ അടുത്ത ഘട്ടം? കുറച്ച് മസാല ഇടാണ്ടോ അതിൻ്റെ മേലെ? അടുത്തൊരു മസാല ഉണ്ട് അല്ലേ? ഇത് നമ്മൾ അറബിയൻ മസാല അല്ല, ഇന്ത്യൻ മസാല. ഇന്ത്യക്കാരെ കേൾക്കാനായതുകൊണ്ട് നമ്മളെ ഒരു ടേസ്റ്റിനനുസരിച്ച്. സംഭവം റെഡി ആയിട്ടുണ്ട് അല്ലേ? സംഭവം റെഡി.
നിങ്ങളതായിട്ടുള്ള പേര് കിട്ടില്ല നമ്മുടെ നാട്ടിലേക്ക് അറബിയും പേര് സൗദിയിലും ജിദ്ദയിലൊക്കെ കാണുന്നുണ്ട്. അതേ പേര് തന്നെ അറിയപ്പെടും അല്ലേ? കറൂഫ് ഉസ്മാൻ. നമ്മുടെ ആടിൻ്റെ ലീവർ അല്ലേ? ഇതിനകത്ത് ഒരു മസാല ഇട്ടിട്ടില്ല. നമ്മൾ ആടുന്ന് തേച്ച് അതേ സെയിം മസാല മാത്രം. പിന്നെ അതിലെ ഇങ്ങനെ സാധനം കഴിഞ്ഞില്ല, ഇതെല്ലാം റെഡിയാണ്. അൺബോക്സ് ചെയ്യും. ആട് അൺബോക്സ് ചെയ്താ അൺബോക്സിംഗ് അൺബോക്സിംഗ് ഗ്രൂപ്പ്സ്. ഹലോ കൈകൊണ്ട് ഇതൊരു ഫോർമാലിറ്റിയാണ്. ഈ ക്യാമറയ്ക്ക് പോയിക്കോ. നമ്മളൊരു ഫുൾ ആട് അൺബോക്സ് ചെയ്യാണ്. ഇക്കാര്യത്തിന്റെ പേരെന്താണ് ഒന്നുകൂടി പറഞ്ഞ? കാണിക്കും കാണിക്കും. വരും ഇങ്ങോട്ട് വരും, മുന്നോട്ട് വരും. അതായത് ഇക്കതിന്റെ പേരെന്താണ്? കറൂഫ് ഉസ്മാനി. കിടിലം പേര്. അടിപൊളി ആടല്ല കേട്ടോ, ഇത് കറൂഫ് ഉസ്മാനിയാണ്. വെറൈറ്റി സാധനം. ഇരിക്കി ഒന്നും പറയാനില്ല. നിങ്ങാട് തുടങ്ങി ആരോ എടുത്തോടാ. റൈസ് വെച്ചാൽ മതി. തീരോ നോക്ക്. അടിപൊളി. റൈസിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ട. റൈസിനെ കുറിച്ച് ആലോചിക്കണ്ട. എന്തുണ്ട് മറുവാ, ഈ ഇദ്ദേഹം ഒരു നിസ്സാരക്കാരനല്ല. ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അടിപൊളി. നമ്മളൊന്ന് അങ്ങോട്ട് വരെ വിടാ. ഇന്നുകൊണ്ട് ഫോട്ടോ അടിപൊളി ടേസ്റ്റ്. സൂപ്പർ സാധനം. നല്ല വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റും. സലാഡ് പരമാവധി കഴിക്കും. റൈസ് എങ്ങനെയുണ്ട്? ഒന്നും ഒഴിവാക്കല്ല. സാധനം എങ്ങനെയുണ്ട്? സാധനം എന്താ ജ്യൂസി ചെയ്തുക്ക. വെറൈറ്റി സാധനം. ഈ സാധനം കഴിക്കണി സൗദി അറേബ്യ പോകണം. ഇത് റിയൽ ടേസ്റ്റ്. അറബിക് ഫുഡില് റിയൽ ടേസ്റ്റ് അല്ലേ? അറബിക് ഫുഡിൽ നമ്പർ 1 സൗദി രാജാക്കന്മാർക്ക് അധീരന്മാരൊക്കെ ഫുഡാണ്. ഇതിന്റെ പേരെന്തായിരുന്നു അമീർക്ക? കറൂഫ് ഉസ്മാനി.
മറൂഫില്ലേ മറൂഫ് കൊണ്ടോട്ട് വരാറുള്ളൂ. പിന്നെ ഇടക്കൊക്കെ ഓരോ ചോറ് തിന്നോണ്ടാവും. എങ്ങനെ നിന്ന ആടാണിത് അല്ലേ? ഈ ക്വാളിറ്റിയിലായില്ലേ? അതെ ചോറ് വിടുക. ഫസ്റ്റിൽ ഞാൻ നല്ലോട്ട് എടുക്കണേ ചോറ്. കമറോ ചോറ് കിട്ടാ നാട്ടിൽ 2 പ്ലേറ്റ് ചോറ് തിന്നിട്ട് വിളിക്കാം. ഇതാണ് കൈ സാധനം കണ്ടോ? ഞാനൊക്കെ തിന്നിട്ടുണ്ട്. ഇതിന്റെ കാലം എന്നൊക്കെ കരിയിലൊക്കെ നടക്കാം പറഞ്ഞു. ഉണ്ട് പേടിക്കണ്ട പേടിക്കണ്ട. അതാണ് കിട്ടാ അയാൾക്ക് അന്ന് മുണ്ടാനും കൂടി പറ്റില്ല. അപ്പോഴത് ആപ്പിളുണ്ട് ഒരു കൈ ഞാൻ ആടിന്റെ തലന്റെ ഭാഗത്ത് മോനെ ഈ ഭാഗം കഴിഞ്ഞ നമ്മുടെ കൈ ഞാനിങ്ങനെ ഒഴിഞ്ഞ 2ാമത്തെ ട്രിപ്പില്ലേ ഇത് തളത്തിട്ടോ ഒരാളോട് അല്ല അടിപൊളി അടിപൊളി അടിപൊളി. പല്ല് മാറുവിന്റെ പല്ല് ആടിന്റെ പല്ല് മനസ്സിലാട്ടെ. ചിന്നുവിന്റെ പല്ല് നോക്കിയാ താഴത്തുള്ളു തലച്ചോറ് കിഡ്നി വേണ്ടി കിഡ്നി അത് തിന്നാതില്ല ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവര് കമറൂടെ നാവ് കിട്ടിയാ ചെറിയ പീസ് കിട്ടിയല്ലോ. സംഭവം അടിപൊളിയാണ്. ഒന്നും പറയാല്ല. 15 കിലോൻ്റെ ആടാണ് ഫുൾ ആട്. 21 പേർക്കുള്ള റൈസ് വെച്ചിരുന്നു. ഒരു 9 പേരാണ് 9 പേരാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. 15 കിലോൻ്റെ ആട് ഭക്ഷണം ഉസാറുണ്ട്. അവരൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായം പറയട്ടെ.
ഞാൻ പറയാൻ പാടില്ല. എന്തല്ല സത്യസന്ധമാണെന്ന് പറഞ്ഞാൽ പുസ്തകം അടിപൊളി ഫുഡ്. ആ ഒന്നും പറയില്ല. ഇല്ല സൗദി അറേബ്യയിൽ ഒന്നിനു ശേഷം അതേ ടേസ്റ്റിൽ ഫുഡ് കഴിക്കുന്നത് അതേതാണ്. അതേ ടേസ്റ്റില്ല. സൗദി അറേബ്യ പോകാത്ത ആളുകൾക്ക് ആ ഫുഡ്, അതെ സൗദി അറേബ്യ പോയ ഫുഡ്, പിന്നെ പോയാൽ കിട്ടുന്ന ഫുഡ്. അത് മാത്രമല്ല, ഈ സൗദിയിൽ നിന്ന് വന്നതിന് ശേഷം എവിടെയാണ് ഈ ആട് ഫുള്ളായിട്ട് കറക്കാൻ പറ്റാന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. എല്ലാം ഒന്നിനൊന്നും മെച്ചാട്ടോ. കോൺടാക്ട് നമ്പർ അടി കൊടുത്താൽ മതി. അപ്പോൾ സൂപ്പർ അടിപൊളി. അതായത് അന്ന് നമ്മൾ ഒരു 5 കിലോൻ്റെ ആട് നമ്മൾ വെച്ചിരുന്നത്. ആ ഒരു ഇതെല്ലാം എക്സ്പീരിയൻസ് അല്ലാതെ ഇത് എല്ലാവരും ഉഷാറാണ്. ചിന്നു ഓർമ്മയായിട്ട് ഇന്ത്യക്ക് 3 വർഷം. ചിന്നു ഓർമ്മയായിട്ട് 3 വർഷം വരെ. അടിപൊളി. അന്ന് മെയിൻ ആള് നല്ല അടിപൊളി ഭക്ഷണം, സൂപ്പർ, വെരി യമ്മി, വെരി ടേസ്റ്റ്. ഒന്നും പറയാം. നോക്കല്ലേ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തല്ല. വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? നോക്കിയാ ഞങ്ങൾ വീഡിയോ നിർത്തണം. ഒരുപാട് നേരമായിക്കണേ. വീഡിയോ ഒരുപാട് ലെങ്ത് ഉണ്ട് തോന്നുന്നുണ്ട്. നോക്കാം. വിക്കതിൻ്റെ ബില്ലൊക്കെ നിർത്താറേ. എത്ര പേരെന്നുള്ളത് നോക്കിയിട്ട് എത്ര പേര് ഏകദേശം പറഞ്ഞു? ഏകദേശം ഇതിപ്പോൾ നിങ്ങൾ 6 പേർക്ക് വരണമെങ്കിൽ ഒക്കെ 15 രൂപയ്ക്ക് 15 രൂപ. 6 പേരല്ല, 9 പേരല്ല. അതേ ആൾക്കാർ 20 പേർക്ക് ഇതേ ഭക്ഷണം കഴിക്കട്ടെ. 20 ആൾക്കാർക്ക് ഇത് കഴിക്കാം. ഇതിൻ്റെ ലൊക്കേഷനും ചിക്കൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആളുകൾക്ക് ആവശ്യമുള്ളവർക്കൊക്കെ വന്നോളി കഴിച്ചോളി. മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്താൽ ആരും വരില്ല. കാരണം ഹോട്ടലിൽ ഈ ഒരു സംഭവം ഇല്ല. ബുക്ക് ചെയ്താൽ മാത്രമേ ഇത് ഓർഡറിനനുസരിച്ച് മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിൻ്റെ പേര് കറൂഫ് ഉസ്മാനി. കോട്ടക്കലിന് എപ്പോൾ അറബികൾ വരുന്നൊരു സ്ഥാപനമാണ് അറബ് റോയൽ ഫുഡ് കാറ്ററിംഗ്. എല്ലാ ഐറ്റംസ് ഉണ്ട്. മട്ടൺ ഐറ്റംസ് തന്നെ 16 ഐറ്റംസ് ഉണ്ട്. മട്ടൺ ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ് ഉണ്ട്, മീൻ ഐറ്റംസ് ഉണ്ട്, പല ബിരിയാണി, മന്തി, കാബില്, ഗുമൂസ്, അതുപോലത്തെ എല്ലാ ഐറ്റംസും. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ ഐറ്റംസ് എല്ലാം ഉണ്ട്. നിങ്ങൾ പറയുന്ന ഐറ്റം, നിങ്ങൾ പറയുന്ന സമയം, പക്ഷേ ഓർഡർ മുൻകൂട്ടി ഓർഡർ പറയണം. ചിക്കൻ നമ്പർ കൊടുക്കാതായ ഓക്കെ. ലൊക്കേഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാം. ഓക്കെ കേട്ടോ. എന്നാൽ ശരി. 18 വർഷം എന്നാലും ഒന്ന് അപ്പോൾ അതെ, നമുക്ക്